ഇനി നമ്മൾ നോക്കാൻ പോകുന്ന എന്താണ് PVC എന്നാണ്, പ്രീമച്വർ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ. ഇതിൻ്റെ ടൈപ്പിൽ SA നോഡിൽ നിന്ന് ഇമ്പൾസസ് വരുന്നതിന് പകരമായിട്ട് വെൻട്രിക്കിളിനുള്ളിൽ നിന്ന് അതിൻ്റെ എക്ടോപിക് ഫോക്കസിൽ നിന്നിട്ട് ഏർലി ആയിട്ടുള്ളൊരു ബീറ്റ് ഒറിജിനേറ്റ് ചെയ്യും. ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് വെൻട്രിക്കിളിന് പ്രോപ്പറായിട്ട് കൺട്രാക്ട് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ വെൻട്രിക്കിളിൽ നിന്ന് ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് വെൻട്രിക്കിൾ ഡീപോളറൈസേഷൻ അബ്നോർമലായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ PVCയുടെ ECG സ്ട്രിപ്പിൽ വൈഡായിട്ടുള്ള ബിസെയർ ആയിട്ടുള്ള ECG കോംപ്ലക്സസ് കാണുന്നത്. ഈ PVCs നോർമൽ സൈനസ് റിതത്തെ ഇൻട്രപ്റ്റ് ചെയ്യാറുണ്ട്. ഈ എല്ലാ PVCക്ക് ശേഷവും ഒരു നോർമൽ സൈനസ് റിതം സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പായിട്ട് അതിൻ്റെ ഇൻ ബിറ്റ്വീനിലായിട്ട് ഒരു കോമ്പൻസേറ്ററി പോസ് ഉണ്ടാവാറുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് PVCയുടെ ECG റിതംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാൻ നോക്കാം. റേറ്റ് എന്ന് പറയുന്നത് നോർമൽ സൈനസ് റിതത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റിതം എന്ന് പറയുന്നത് റെഗുലർ ആയിരിക്കും എക്സെപ്റ്റ് ഈ PVC റിതത്തിൽ. P വേവ് PVCയുടെ റിതത്തിൻ്റെ മുമ്പ് ആബ്സെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നോർമൽ ആയിരിക്കും. PR ഇൻ്റർവൽ നോട്ട് മെഷറബിൾ ആണ്. QRS കോംപ്ലക്സ് എന്ന് പറയുന്നത് വൈഡ് ആയിരിക്കും, ബിസെയർ ആയിരിക്കും. T വേവ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് QRS കോംപ്ലക്സ്. പിന്നെ ഒരു കോമ്പൻസേറ്ററി പോസ് കാണാൻ പറ്റും ബിറ്റ്വീൻ PVC ആൻഡ് നോർമൽ സൈനസ് റിതം. ഇനി നമുക്ക് PVCയുടെ ടൈപ്സ് ഒന്ന് നോക്കാം. ഇതൊക്കെയാണ് PVCയുടെ ടൈപ്പ്. യൂണിഫോക്കൽ PVC, മൾട്ടിഫോക്കൽ PVC, ബൈജമിനി, ട്രൈജമിനി, കപ്ലെറ്റ്, ട്രിപ്ലെറ്റ്, R-on-T ഫിനോമിനൻ. PVCയുടെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് അസസ് ചെയ്യുക പേഷ്യൻറ്റിനെ. അസസ് ചെയ്യുക എന്ന് വെച്ചാൽ വൈറ്റൽ സയൻസ് മോണിറ്റർ ചെയ്യുക, ECG ഒക്കെ ഒബ്റ്റെയിൻ ചെയ്യുക, ABC ഒക്കെ നോക്കുക, ഇതൊക്കെ തന്നെ. പിന്നെ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അണ്ടർലൈൻ കോസസ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്യുക. മെഡിക്കൽ മാനേജ്മെൻറ്റിൽ വരുന്നത് പേഷ്യൻ്റ് അസിംറ്റമാറ്റിക് ആണെങ്കിൽ ട്രീറ്റ്മെൻ്റ് ഒന്നും റിക്കോർഡല്ല. സിംറ്റമാറ്റിക് PVC ആണെങ്കിൽ പേഷ്യൻറ്റിനെ എന്തെങ്കിലും അണ്ടർലൈൻ കോസസ് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ ആൻറ്റി അരിത്മിക് മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കുക, ബീറ്റ ബ്ലോക്കേഴ്സ്, അതൊക്കെ വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇൻ കേസ് പേഷ്യൻ്റ് അൺസ്റ്റേബിൾ ആണെങ്കിൽ അത് പ്രോഗ്രസ് ചെയ്ത് VF-ലോട്ടോ VT-ലോട്ടോ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ACLS പ്രോട്ടോക്കോൾ ഫോളോ ചെയ്യുകയാണ് ചെയ്യാറ്. ഇനി നമുക്ക് ഈ PVCൻ്റെ പ്രീമച്വർ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ നോക്കിയാലോ. ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ഓൺ അണ്ടർലൈൻ റിതമാണ്. റിതം റെഗുലർ വിത്ത് ഏർലി വെൻട്രിക്കുലർ ബീറ്റ്. P വേവ് ആബ്സെൻറ്റ് ബിഫോർ PVC. PR interval not measurable. QRS duration more than 0.12. Wide bisier. Pause full compensatory pause ഉണ്ട്. Symptoms palpation, skipped beat, dizziness. മേജർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ VF, VT, സഡൻ കാർഡിയക് അറസ്റ്റ് ഉണ്ടാവാം. ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് അണ്ടർലൈൻ കോസസ്, മോണിറ്റർ, ബീറ്റ ബ്ലോക്കേഴ്സ് ഇഫ് ഇൻഡിക്കേറ്റഡ്. ECGയുടെ ഹോൾമാർക്ക് എന്ന് പറയുന്നത് ഏർലി വൈഡ് QRS കോംപ്ലക്സ് വിത്തൗട്ട് എ preceding P wave followed by a compensatory pause. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് വെൻട്രിക്കുലർ ടക്കിക്കാർഡി എന്നാണ്. VT എന്ന് പറയുന്നത് ലൈഫ് ത്രെറ്റനിങ് വെൻട്രിക്കുലർ അരിത്മിയാണ്. ഇതിൽ 3 or more കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പ്രീമച്വർ വെൻട്രിക്കുലർ ബീറ്റ് കാണാൻ പറ്റും. ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് വെൻട്രിക്കിളിൻ്റെ എക്ടോപിക് ഫോക്കസിൽ നിന്നാണ്. ഈ വെൻട്രിക്കിളിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 100 to 250 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ഇവിടെ SA നോഡിൽ നിന്ന് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഒറിജിനേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് വെൻട്രിക്കിളിൽ നിന്ന് ഇമ്പൾസസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്നത് റാപ്പിഡായിട്ടും ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുമാണ്. അതുകൊണ്ട് കാർഡിയക് ഔട്ട്പുട്ട് കുറയാം. പിന്നെ ഈ VT ഡിറ്റോറിയേറ്റ് ചെയ്ത് VF-ലോട്ടും കാർഡിയക് അറസ്റ്റിലോട്ടും പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഇനി എങ്ങനെയാണ് VTയുടെ ECG റിതം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാൻ നോക്കാം. ഇതിൽ റേറ്റ് എന്ന് പറയുന്നത് ഒരു 100 to 250 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരിക്കും. റിതംസ് റെഗുലർ ആയിരിക്കും. P വേവ് ആബ്സെൻ്റ് ആയിരിക്കും. PR ഇൻ്റർവൽ നോട്ട് മെഷറബിൾ ആയിരിക്കും. QRS കോംപ്ലക്സ് വൈഡ് ആയിരിക്കും, ബിസെയർ ആയിരിക്കും. പിന്നെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഈ വൈഡ് QRS കോംപ്ലക്സ് നമുക്ക് കാണാൻ പറ്റും. T വേവ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് QRS കോംപ്ലക്സ് ആയിരിക്കും. ഇതൊക്കെയാണ് VTയുടെ ടൈപ്സ്. മോണോമോർഫിക് VT, പോളിമോർഫിക് VT, ടോർസാഡസ് T പോയിൻറ്റ്സ്.
ഇനി നമുക്ക് എന്താണ് VT യുടെ മാനേജ്മെൻറ്റ് നോക്കാം. ഫസ്റ്റ് ഇനീഷ്യൽ അസസ്മെൻ്റ് ആണ്. അസസ് ദ EBC, ECG ഒബ്റ്റെയിൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നമ്മൾ പൾസിനനുസരിച്ചിട്ടാണ് പേഷ്യൻറ്റിനെ മാനേജ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ പൾസുള്ള പേഷ്യൻ്റ്, സ്റ്റേബിൾ പേഷ്യൻ്റ്. ആദ്യം നമ്മൾ നോക്കേണ്ടത് പേഷ്യൻ്റ് ഹീമോഡൈനാമിക്കലി സ്റ്റേബിൾ ആണോ എന്നാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ മാനേജ്മെൻറ്റാണ് കൊടുക്കുന്നത് വെച്ചാൽ കണ്ടിന്യൂസ് ആയി ECG മോണിറ്റർ ചെയ്യുക, 12 ലീഡ് ECG ഒബ്റ്റെയിൻ ചെയ്യുക, എന്തെങ്കിലും റിവേഴ്സൽ കോസസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക, പിന്നെ ആൻറ്റി അരിത്മിക് മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കുക. പേഷ്യൻ്റിൻ്റെ റിതം വേഴ്സൺ ആകുമെന്ന് തോന്നിയാൽ സിങ്ക്രണൈസ്ഡ് കാർഡിയോവേഷൻ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പേഷ്യൻ്റ് പൾസ് ഉണ്ട് പക്ഷേ അൺസ്റ്റേബിളാണ്. ഈ കേസ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് സിങ്ക്രണൈസ്ഡ് കാർഡിയോവേഷൻ വെച്ചിട്ടാണ്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പൾസ്ലെസ് VT ആണ്. ഇത് ACLS പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുക. കാരണം ഇത് ഒരു കാർഡിയാക് അറസ്റ്റ് റിതമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് കോൾ ഫോർ ഹെൽപ്പാണ്. ഹൈ ക്വാളിറ്റി CPR കൊടുക്കും, ഡിഫിബ്രിലേറ്റർ അറ്റാച്ച് ചെയ്യും. നെക്സ്റ്റ് ഡിഫിബ്രിലേറ്റ് ചെയ്യും പേഷ്യൻറ്റിനെ. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന മെഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പിനെഫ്രിൻ, അമിയോഡ്രോൺ ഒക്കെയാണ്. അക്കോർഡിംഗ് ടു ACLS പ്രോട്ടോക്കോളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമുക്കിനി ഈ VTൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ നോക്കാം. ഇതിൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 100 to 250 ബീറ്റ്സ് പെർ മിനിറ്റ്. റിതം യൂഷ്വലി റെഗുലർ ആണ്. P വേവ് ആബ്സെൻ്റ് ആണ്. PR ഇൻ്റർവൽ നോട്ട് മെഷറബിൾ ആണ്. QRS കോംപ്ലക്സ് വൈഡ് ആണ്. ECG ഹോൾമാർക്ക് എന്ന് പറയുന്നത് റെഗുലർ വൈഡ് കോംപ്ലക്സ് ടക്കിക്കാർഡിയ. സിംറ്റംസ് പൽപിറ്റേഷൻ, ഡിസിനസ്, ചെസ്റ്റ് പെയിൻ, സിങ്കോപ്പ്. സ്റ്റേബിൾ VT ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ആൻറ്റി അരിത്മിക് മെഡിക്കേഷൻസ് ആൻഡ് മോണിറ്ററിങ്. അൺസ്റ്റേബിൾ VT ഇമ്മീഡിയറ്റ് സിങ്ക്രണൈസ്ഡ് കാർഡിയോവേഷൻ. പിന്നെ പൾസ്ലെസ് VT ആണെങ്കിൽ CPR പ്ലസ് ഇമ്മീഡിയറ്റ് ഡിഫിബ്രിലേഷൻ പ്ലസ് ACLS. മേജർ കോംപ്ലിക്കേഷൻ PF ആൻഡ് സഡൻ കാർഡിയക് അറസ്റ്റ്, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ അല്ലെങ്കിൽ VF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ത്രെട്ടനിങ് വെൻട്രിക്കുലർ അരിത്മിയാണ്. ഇതിനകത്ത് വെൻട്രിക്കിളിനെ കൺട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനഫായിട്ടുള്ള ബ്ലഡ് പമ്പ് ചെയ്യുന്നതിന് പകരമായിട്ട് വെൻട്രിക്കിൾ ഫിബ്രിലേറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. ഇങ്ങനെ ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കാർഡിയക് ഔട്ട്പുട്ട് നോ ആയിരിക്കും. പിന്നെ BP ഉണ്ടാവില്ല, ഓക്സിജൻ ഒന്നും ബ്രെയിനിൽ റിസീവ് ആകില്ല. അതുകൊണ്ട് പേഷ്യൻസ് സെക്കൻഡുകൾക്കുള്ളിൽ കൊളാപ്സ് ആകും. VFൻ്റെ ടൈമിൽ എന്താണ് വെൻട്രിക്കിൾ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇമ്പൾസിന് പകരമായിട്ട് വെൻട്രിക്കിളിൻ്റെ ഉള്ളിൽ തന്നെ മൾട്ടിപ്പിൾ ഓഫ് ഇമ്പൾസസ് ഡിഫറെൻ്റ് ഏരിയയിൽ നിന്ന് വന്നിട്ട് ഫയർ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ഹൺഡ്രഡ്സ് ഓഫ് ഇമ്പൾസസ് സൈമൾട്ടേനിയസ് ആയിട്ട് വരുന്നത് കൊണ്ട് വെൻട്രിക്കിൾ ട്രബിളാകും. ആ ടൈമിൽ എഫക്റ്റീവായിട്ട് കൺട്രാക്ട് ചെയ്യാൻ പറ്റില്ല, പൾസ് ഉണ്ടാവില്ല, പിന്നെ സർക്കുലേഷനും നടക്കില്ല. VFൻ്റെ ECG റിതം എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നോക്കാം. അതിനകത്ത് റേറ്റ് എന്ന് പറയുന്നത് നോട്ട് മെഷറബിളാണ്. റിതം ഇറഗുലറാണ്. P വേവ് ആബ്സെൻ്റ് ആണ്. PR ഇൻ്റർവൽ മെഷർ ചെയ്യാൻ പറ്റില്ല. QRS കോംപ്ലക്സ് എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആണ്. T വേവും ആബ്സെൻ്റ് ആണ്. നോർമൽ ECG കോംപ്ലക്സിൻ്റെ പകരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് റാൻഡം കയോട്ടിക് ഇറഗുലർ റാപ്പിഡ് ഓസിലേഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതാണ് ഇതിൻ്റെ അപ്പിയറൻസ്. VF 2 ടൈപ്പാണുള്ളത്, കോഴ്സ് VFും ഫൈൻ VFും. കോഴ്സ് VF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഇത് ഡിഫിബ്രിലേഷൻ ചെയ്യാൻ പറ്റിയ വേവ്സ് ആണ്. ഫൈൻ VF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇത് റിസംബിൾ ചെയ്യുന്ന അസിസ്റ്റോളിനെയാണ്. പ്രോഗ്നോസിസ് ലോ ആണ്. വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ്റെ എമർജൻസി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് റെസ്പോൺസ് അസസ് ചെയ്യുക, നെക്സ്റ്റ് കോൾ ഫോർ ഹെൽപ്പാണ്. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റെ ബ്രീത്തിങ്ങും പൾസും ചെക്ക് ചെയ്യുക. പൾസ് ഇല്ലെങ്കിൽ പേഷ്യൻ്റെ കാർഡിയക് അറസ്റ്റ് ട്രീറ്റ് ചെയ്യുക. ഹൈ ക്വാളിറ്റി CPR സ്റ്റാർട്ട് ചെയ്യുക, ഡിഫിബ്രിലേറ്റർ അറ്റാച്ച് ചെയ്യുക. VF ആണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഫിബ്രിലേഷൻ ഷോക്ക് കൊടുക്കുക.
ഇമ്മീഡിയറ്റ് ആയിട്ട്. പിന്നെ പേഷ്യൻ്റെ മെഡിക്കേഷൻസ് എന്ന് പറയുന്നത് എപ്പിനെഫ്രിൻ, അമിയോഡ്രോൺ ആണ്. അമിയോഡ്രോൺ അവൈലബിൾ അല്ലെങ്കിൽ ലിഡോക്കെയിൻ ആണ് കൊടുക്കാറ്. പിന്നെ എന്തെങ്കിലും അണ്ടർലൈൻ കോസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഒരു ക്വിക്ക് റിവിഷൻ ടേബിൾ നോക്കാം. വി എഫിൻ്റെ അതിൽ ഒറിജിൻ എന്ന് പറയുന്ന വെൻട്രിക്കിളാണ്, റേറ്റ് നോട്ട് മെഷറബിൾ, റിതം കയോട്ടിക് ഇറഗുലർ, പി വേവ് ആബ്സെൻറ്റ്, പി ആർ ഇൻറ്റർവൽ നോട്ട് മെഷറബിൾ, ക്യു ആർ എസ് കോംപ്ലക്സ് ആബ്സെൻറ്റ്, കാർഡിയക് ഔട്ട്പുട്ട് 0, പൾസ് ആബ്സെൻറ്റ്, കോൺഷ്യസ്നസ് ലോസ്റ്റ്, ട്രീറ്റ്മെൻറ്റ് CPR പ്ലസ് ഇമ്മീഡിയറ്റ് ഡിഫിബ്രിലേഷൻ, എപ്പിനെഫ്രിൻ, അമിയോഡ്രോൺ, റിതം ടൈപ്പ് ഷോക്കബിൾ. അപ്പം ഇതാണ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ. ഇനി നമുക്ക് എന്താണ് ഫസ്റ്റ് ഡിഗ്രി എവി ബ്ലോക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് ഒരു മൈൽഡസ്റ്റ് ടൈപ്പ് ഓഫ് ഹാർട്ട് ബ്ലോക്ക് ആണ്. ഇതിലെന്താ സംഭവിക്കുന്നത് വെച്ചാൽ എസ്എനോഡിൽ നിന്ന് എവിനോളിലോട്ട് പോകുന്ന ആ ഇമ്പൾസസ് ഡിലേ ആയിട്ടാണ് പോകുന്നത്. പക്ഷേ ആ വരുന്ന ഇമ്പൾസസ് ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിലോട്ട് നോർമലായിട്ട് കണ്ടക്ഷനാണ് നടക്കാറ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ECG ചേഞ്ചസ് എന്ന് പറയുന്നത് PR ഇൻ്റർവെൽ പ്രൊലോങ്ഡ് ആയിരിക്കും. മോർ ദാൻ 0.20 സെക്കൻഡിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ബീറ്റൊന്നും മിസ്സാവില്ല. പി വേവ് QRS കോംപ്ലക്സിനെ നോർമലായിട്ട് തന്നെ ഫോളോ ചെയ്യുകയും ചെയ്യും. നമുക്കിനി എന്താണ് ഈ ഫസ്റ്റ് ഡിഗ്രി എവി ബ്ലോക്കിൻ്റെ ECG ചേഞ്ചസ് നോക്കാം. റേറ്റ് എന്ന് പറയുന്നത് 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരിക്കും. റിതം റെഗുലർ ആയിരിക്കും. പി വേവ് പ്രസൻ്റ് ആയിരിക്കും. PR ഇൻ്റർവെൽ പ്രൊലോങ്ഡ് ആയിരിക്കും. 0.20 സെക്കൻഡിനെക്കാട്ടിലും കൂടുതലായിരിക്കും. പിന്നെ QRS കോംപ്ലക്സ് നാരോ ആയിരിക്കും. ഫസ്റ്റ് ഡിഗ്രി എവി ബ്ലോക്കിൻ്റെ മാനേജ്മെൻറ്റ് നോക്കാം. ഇനി അതിനകത്ത് ഫസ്റ്റ് പേഷ്യൻറ്റിനെ അസസ് ചെയ്യുക. രണ്ടാമത്തത് എന്തെങ്കിലും അണ്ടർലൈൻ കോസസ് ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്യാം. മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പേഷ്യൻറ്റിന് സിംറ്റമാറ്റിക് ആണെങ്കിൽ മാത്രം ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മതി. അസിംറ്റമാറ്റിക് ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഫസ്റ്റ് ഡിഗ്രി എവി ബ്ലോക്കിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ നോക്കിയാലോ. ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് യൂഷ്വലി 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ്. റിതം റെഗുലർ. പി വേവ് പ്രസൻറ്റ് ബിഫോർ എവറി QRS. PR interval more than 0.20 second. That means prolonged. QRS complex usually narrow ആണ്. സിംറ്റംസ് യൂഷ്വലി ഉണ്ടാവാറില്ല. ട്രീറ്റ്മെൻറ്റ് യൂഷ്വലി ഒബ്സർവേഷൻ, ട്രീറ്റ്മെൻറ്റ് ഫോർ ദ അണ്ടർലൈൻ കോസ്. ECGയുടെ ഹോൾമാർക്ക് സൈൻ എന്ന് പറയുന്നത് എവരി പി വേവ് ഈസ് ഫോളോഡ് ബൈ QRS കോംപ്ലക്സ് ബട്ട് ദ PR ഇൻ്റർവൽ ഈസ് പ്രൊലോങ്ഡ് മോർ ദാൻ 0.20 സെക്കൻഡ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡിഗ്രി എവി ബ്ലോക്ക്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സെക്കൻഡ് ഡിഗ്രി എവി ബ്ലോക്ക് എന്നാണ്. സെക്കൻഡ് ഡിഗ്രി ഏട്രിയോ വെൻട്രിക്കുലർ ബ്ലോക്ക് ഇതെന്ന് പറഞ്ഞാൽ കാർഡിയാക് കണ്ടക്ഷൻ ഡിസോർഡർ ആണ്. ഇതിനകത്ത് എസ്എനോട് സം ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ആ ഇമ്പൾസസ് വെൻട്രിക്കിളിൽ റീച്ച് ആകില്ല. അതുകൊണ്ട് സം പി വേവ് നോട്ട് ഫോളോഡ് ബൈ QRS കോംപ്ലക്സ്. ഈ സെക്കൻഡ് ഡിഗ്രി എവി ബ്ലോക്ക് 2 ടൈപ്പാണുള്ളത്. മോബിസ് 1ഉം മോബിസ് 2ഉം. നമുക്ക് എന്താ മോബിസ് 1 എന്ന് നോക്കാം. അതിനകത്ത് the PR interval gradually become longer with each heartbeat until one QRS complex is dropped. ഇത് ഒക്കോർ ചെയ്യുന്നത് AV നോഡിലാണ്. ഇത് ലെസ് സീരിയസ് ആണ്. നെക്സ്റ്റ് മോബിസ് 2 ആണ്. അതെന്താ നോക്കാം. അടുത്ത നമുക്ക് മോബിസ് 2 നോക്കാം. ഇതിൽ PR interval remain constant but suddenly a QRS complex is dropped. ഇത് യൂഷ്വലി ഒക്കുറ ചെയ്യുന്നത് പർക്കിഞ്ചി ഫൈബേഴ്സിലാണ്. ഇതെന്ന് പറയുന്നത് മോസ്റ്റ് സീരിയസ് ആണ്. കാരണം ഇത് പ്രോഗ്രസ് ചെയ്ത് കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്കിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്കിനി എന്താണ് ഈ സെക്കൻഡ് ഡിഗ്രി എവി ബ്ലോക്കിലെ ECG ചേഞ്ചസ് നോക്കാം. അതിൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് വെൻട്രിക്കുലർ റേറ്റ് സ്ലോവർ ആയിരിക്കും. കാരണം സം ഇംപൾസസ് ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട്. റിതം എന്ന് പറയുന്നത് മോബിസ് 1ൽ ഇറഗുലർ വെൻട്രിക്കുലർ റിതം ആയിരിക്കും. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രസീവ് ഡിലേ ബിഫോർ എ ഡ്രോപ്ഡ് ബീറ്റ്. മോബിസ് 2ൽ ഇറഗുലർ വെൻട്രിക്കുലർ റിതം, സഡൻ ഡ്രോപ്ഡ് QRS കോംപ്ലക്സ്. പി വേവ് പ്രസൻ്റ് ആയിരിക്കും, റെഗുലറും ആയിരിക്കും. പക്ഷേ സം പി വേവ് ആർ നോട്ട് ഫോളോഡ് ബൈ QRS കോംപ്ലക്സ്. മോബിസ് 2
ദെൻ പി ആർ ഇൻ്റർവെൽ എന്ന് പറയുന്നത്, പി ആർ ഇൻ്റർവെൽ ഒബിസ് 1 പി ആർ ഇൻ്റർവെൽ പ്രോഗ്രസീവ്ലി ലെങ്തൻ ചെയ്യും. പിന്നെ ഇവഞ്ച്വലി QRS കോംപ്ലക്സ് ഡ്രോപ്പ് ആകും. സൈക്കിള് അത് കഴിഞ്ഞ് സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും ഈ സെയിം പോലെ തന്നെ. ഒബിസ് 2 പി ആർ ഇൻ്റർവെൽ കോൺസ്റ്റൻ്റ് ആണ്. സഡൻലി എ QRS കോംപ്ലക്സ് ഇസ് മിസ്സിങ്. ദെൻ QRS കോംപ്ലക്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒബിസ് 1 ആണെങ്കിൽ നാരോ ആയിരിക്കും, ഒബിസ് 2 ആണെങ്കിൽ വൈഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ECG ചേഞ്ചസ്. നമുക്കിനി സെക്കൻഡ് ഡിഗ്രി AV ബ്ലോക്കിൻ്റെ മാനേജ്മെൻറ്റ് നോക്കാം. മാനേജ്മെൻറ്റിൽ ഫസ്റ്റ് നമ്മൾ അസസ് ചെയ്യാണ് ചെയ്യാറ്. രണ്ടാമത് നമ്മൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒബിസ് 1 2 അനുസരിച്ചാണ് മാനേജ് ചെയ്യുക. ഫസ്റ്റ് അത് ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ ഒബിസ് 1 മാനേജ്മെൻറ്റ് എന്താ നോക്കാം. ഒബിസ് 1 അസിംറ്റമാറ്റിക് പേഷ്യൻ്റ്, സ്റ്റേബിൾ പേഷ്യൻ്റ് ആണെങ്കിൽ പേഷ്യൻറ്റിനെ കണ്ടിന്യൂസ് ആയിട്ട് ECG മോണിറ്റർ ചെയ്യും. എന്തെങ്കിലും റിവേഴ്സസ് കോസസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യും. പിന്നെ നമ്മൾ പേഷ്യൻസിൻ്റെ മെഡിക്കേഷൻസ് ഒക്കെ റിവ്യൂ ചെയ്തിട്ട് അതിനനുസരിച്ച് ചേഞ്ചസ് ഒക്കെ കൊടുക്കുകയാണ് ചെയ്യാറ്. അടുത്തത് പേഷ്യൻ്റ് സിംറ്റമാറ്റിക് ആണെങ്കിൽ എന്ത് ചെയ്യും നോക്കാം. ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യും, IV ആക്സസ് ഒക്കെ കൊടുക്കും. പേഷ്യൻറ്റിന് ബ്രാഡിക്കാർഡിയൊക്കെ പ്രസൻ്റ് ആണെങ്കിൽ അട്രോപ്പിനാണ് കൊടുക്കാറ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള മാനേജ്മെൻറ്റ്. ഇനി നമുക്ക് ഒബിസ് 2 മാനേജ്മെൻറ്റ് നോക്കാം. ഒബിസ് 2 റിതം ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള റിതമായിട്ടാണ് കൺസിഡർ ചെയ്യാറ്. അതിൽ കണ്ടിന്യൂസ് ആയി കാർഡിയക് മോണിറ്റർ ചെയ്യുക, ഓക്സിജന് ഇൻഡിക്കേറ്റ് ആണെങ്കിൽ കൊടുക്കുക, IV ആക്സസ് ഒക്കെ ചെയ്യുക. പിന്നെ പ്രിപ്പയർ ഫോർ സിംറ്റമാറ്റിക് ആണെങ്കിൽ, അൺസ്റ്റേബിൾ ആണെങ്കിൽ പേഷ്യൻറ്റിന് ട്രാൻസ്ക്യൂട്ടേനിയസ് സ്പേസിംഗ് ആണ് ചെയ്യുക. സം കേസസിൽ പെർമനൻറ്റ് പേസ് മേക്കർ ചൂസ് ചെയ്യാറുണ്ട്. നമുക്കിനി ഈ സെക്കൻഡ് ഡിഗ്രി AV ബ്ലോക്കിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ നോക്കാം. അതിൽ നമുക്ക് ഈ ഒബിസ് 1 2 മെയിനായിട്ടുള്ള ഡിഫറൻസസും നോക്കിപ്പോകാം. അതിൽ പി ആർ ഇൻ്റർവെൽ ഒബിസ് 1 പ്രോഗ്രസീവ്ലി ലെങ്തനാണ്, ഒബിസ് 2 കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ QRS കോംപ്ലക്സ് ഡ്രോപ്പ് ചെയ്യുന്നത് ഒബിസ് 1 ആഫ്റ്റർ പ്രോഗ്രസീവ് PR പ്രൊലോങ്ങേഷന് ശേഷമാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. ഒബിസ് 2 സഡനായിട്ട് ഡ്രോപ്പ് ചെയ്യും വിത്തൗട്ട് PR ചേഞ്ചസ്. QRS ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒബിസ് 1 യൂഷ്വലി നാരോ ആണ്, ഒബിസ് 2 വൈഡ് ആയിരിക്കും. സിവിയാരിറ്റി ഒബിസ് 1 എന്ന് പറയുന്നത് ലെസ് സീരിയസ് ആണ്, ഒബിസ് 2 മോർ സീരിയസ് ആണ്. ECG ഹോൾമാർക്ക് എന്ന് പറയുന്നത് ഒബിസ് 1 ലോങ്ങർ ഡ്രോപ്പ്, ഒബിസ് 2 PR സ്റ്റേ ദ സെയിം, ദെൻ എ ബ്ലോക്ക് ഈസ് ഡ്രോപ്പ്ഡ്. ഇനി നമുക്ക് എന്താണ് തേർഡ് ഡിഗ്രി AV ബ്ലോക്ക് നോക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക്. ഇതെന്ന് പറഞ്ഞാൽ മോസ്റ്റ് സിവിയർ ടൈപ്പ് ഓഫ് ഹാർട്ട് ബ്ലോക്കാണ്. ഇതിനകത്ത് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഏട്രിയിൽ നിന്ന് വെൻട്രിക്കിളോട്ട് കണ്ടക്ട് ചെയ്യപ്പെടുന്നില്ല. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SNOട് നോർമൽ റേറ്റിൽ P വേവ് ജനറേറ്റ് ചെയ്യും. പക്ഷേ ഈ പർക്കഞ്ച് സിസ്റ്റത്തിലും AV നോഡിലുമുള്ള ബ്ലോക്ക് കാരണം ഇതൊന്നും ഏട്രിയിൽ നിന്ന് വെൻട്രിക്കിളിലെത്തില്ല. പക്ഷേ ഈ വെൻട്രിക്കിൾ ഒരു എസ്കേപ്പ് റിതം ജനറേറ്റ് ചെയ്യും. ആ ടൈമിൽ അത് ഏട്രിയൽ റേറ്റിനെക്കാട്ടിലും കുറവായിരിക്കും. ആസ് എ റിസൾട്ട് ഏട്രിയ ആൻഡ് വെൻട്രിക്കിൾ ബീറ്റ് ഇൻഡിപെൻഡൻ്റ്ലി. ഈ ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് ഏട്രിയോവെൻട്രിക്കുലർ ഡിസോസിയേഷൻ. ആസ് എ റിസൾട്ട് ഏട്രിയ ആൻഡ് വെൻട്രിക്കിൾ ബീറ്റ് ഇൻഡിപെൻഡൻ്റ്ലി. ഈ ഫിനോമിന അറിയപ്പെടുന്നത് AV ഡിസോസിയേഷൻ ആണ്. നമുക്കിനി ഈ തേർഡ് ഡിഗ്രി AV ബ്ലോക്ക് അല്ലെ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്കിൻ്റെ റിതംസ് എങ്ങനെ അനലൈസ് ചെയ്യാൻ നോക്കാം. ഇതിനകത്ത് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് വെൻട്രിക്കുലർ റേറ്റ് 20 to 40 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. വെൻട്രിക്കുലർ എസ്കേപ്പ് റിതം കാരണമാണ് ഈ ബീറ്റ് കാണുന്നത്. റിതം ഏട്രിയൽ റിതം റെഗുലറാണ്, വെൻട്രിക്കുലർ റിതം റെഗുലറാണ്. പക്ഷേ ഏട്രിയയും വെൻട്രിക്കിളും ബീറ്റ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. P വേവ് എന്ന് പറയുന്നത് പ്രസൻ്റ് ആണ്, റെഗുലർ ആണ്. നോ റിലേഷൻ ബിറ്റ്വീൻ P വേവ് ആൻഡ് QRS കോംപ്ലക്സ്. PR ഇൻ്റർവെൽ എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. നോ കോൺസ്റ്റന്റ് PR ഇൻ്റർവെൽ ബിക്കോസ് ഏട്രിയ ഇമ്പൾസസ് ആർ നോട്ട് കണ്ടക്റ്റഡ് ടു ദ വെൻട്രിക്കിൾ. QRS കോംപ്ലക്സ്
വൈഡാണ്. വെൻട്രിക്കിളിൽ നിന്നാണ് ഈ എസ്കേപ്പ് റിതം ഒറിജിനേറ്റ് ചെയ്തതെങ്കിൽ ഇത് വൈഡാണ്. അതല്ല, ഇത് ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത് AV ജംഗ്ഷനിൽ നിന്നാണെങ്കിൽ നാരോ ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ECG ഫീച്ചേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് AV ഡിസോസിയേഷൻ ആയിരിക്കും, മോർ P വേവ് ദാൻ QRS ആയിരിക്കും, ഈ റെഗുലർ P വേവ് ഇൻ്റർവൽ ആയിരിക്കും, പിന്നെ റെഗുലർ RR ഇൻ്റർവലും ആയിരിക്കും. പക്ഷേ P വേവും QRS കോംപ്ലക്സും തമ്മിൽ ഒരു ഫിക്സഡ് റിലേഷൻഷിപ്പും ഉണ്ടാവില്ല. തേർഡ് ഡിഗ്രി AV ബ്ലോക്കിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പേഷ്യൻറ്റിനെ ഫസ്റ്റ് അസസ് ചെയ്യും, ഇനീഷ്യൽ അസസ്മെൻ്റ് ഒക്കെ ചെയ്യും. എമർജൻസി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പേഷ്യൻ്റ് സ്റ്റേബിൾ ആണെങ്കിൽ പേഷ്യൻ്റ് ഓക്സിജനൊക്കെ കൊടുക്കും, കണ്ടിന്യൂസ് ECG മോണിറ്ററൊക്കെ ചെയ്യും. പിന്നെ എന്തെങ്കിലും കാർഡിയോളജി കൺസൾട്ടേഷനൊക്കെ ആണെങ്കിൽ അത് കൊടുക്കും. പേഷ്യൻ്റ് അൺസ്റ്റേബിൾ ആണെങ്കിൽ പേഷ്യൻറ്റിന് ഇമ്മീഡിയറ്റായ ട്രാൻസ്കുട്ടേനിയസ് സ്പേസിംഗ് ആണ് പ്രിഫർ ചെയ്യാറ്. ഈ ഡ്യൂറേഷൻ ടൈമിൽ വാസോ ആക്റ്റീവ് ഇൻഫ്യൂഷൻസ് ആയ ഡോപ്പമിനോ അല്ലെങ്കിൽ എപ്പിനെഫ്രിനോ ഇൻഫ്യൂഷൻ കൊടുക്കാറുണ്ട്. പിന്നെ ഈ കേസിൽ തേർഡ് ഡിഗ്രി AV ബ്ലോക്കിൽ അട്രോപ്പിൻ ഇൻഎഫക്റ്റീവ് ആണ്. മെയിനായിട്ട് ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് AV നോഡിൻ്റെ ബിലോ ആണെങ്കിൽ ഇൻഎഫക്റ്റീവ് ആണ്. നമുക്ക് ഈ തേർഡ് ഡിഗ്രി AV ബ്ലോക്കിൻ്റെ ആ ക്വിക്ക് റിവിഷൻ ഒന്ന് നോക്കിയാലോ. ഇതിനകത്ത് ഏട്രിയൽ റേറ്റ് 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. വെൻട്രിക്കുലർ റേറ്റ് 20 to 40 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. റിതം ഏട്രിയൽ വെൻട്രിക്കുലർ റിതം ആർ റെഗുലർ ബട്ട് ഇൻഡിപെൻഡൻറ്റ്. P വേവ് പ്രസൻറ്റ് ബട്ട് നോട്ട് റിലേറ്റഡ് ടു QRS. PR ഇൻ്റർവൽ വേരിയബിൾ ആണ്, നോ ഫിക്സ്ഡ് PR ഇൻ്റർവൽ. QRS കോംപ്ലക്സ് നാരോ വൈഡ് ഡിപ്പെൻഡിങ് ഓൺ എസ്കേപ്പിംഗ് റിതം. ECG ഹോൾമാർക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് AV ഡിസോസിയേഷൻ. P വേവ് ആൻഡ് QRS കോംപ്ലക്സ് ഹാവ് നോ റിലേഷൻഷിപ്പ്. എമർജൻസി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ക്യൂട്ടേനിയസ് സ്പേസിംഗ് ആണ്. പേഷ്യൻ്റ് അൺസ്റ്റേബിൾ ആണെങ്കിൽ നമ്മൾ ഡോപ്പമൈൻ ഇൻഫ്യൂഷനോ പിന്നെ എപ്പിനെഫ്രിൻ ഇൻഫ്യൂഷനോ ഈ പേസിങ്ങിന് പ്രിപ്പയർ ചെയ്ത ടൈമിലായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് പേസ് മേക്കറാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് അസിസ്റ്റോൾ എന്നാണ്. അസിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ലൈഫ് ത്രെട്ടനിങ് കാർഡിയക് അറസ്റ്റ് റിതമാണ്. ഇതിനകത്ത് നോ വെൻട്രിക്കുലർ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ്. നമുക്കൊരു ഫ്ലാറ്റ് ലൈനാണ് ECG സ്ട്രിപ്പിൽ കാണാൻ പറ്റുക. അസിസ്റ്റോളിൽ കാണുന്നത് നോ ഇഫക്റ്റീവ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, നോ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ, നോ കാർഡിയക് ഔട്ട്പുട്ട്, പേഷ്യൻ്റ് ഹാസ് നോ പൾസ്, നോ ഇഫക്റ്റീവ് ബ്രീത്തിങ് ആൻഡ് ഈസ് അൺകോൺഷ്യസ്നസ്. അസിസ്റ്റോള് നോൺ ഷോക്കബിൾ റിതമാണ്. ഹൈ ക്വാളിറ്റി CPR കൊടുക്കും, ഇഞ്ചക്ഷൻ എപ്പിനെഫ്രിൻ കൊടുക്കും, പിന്നെ എന്തെങ്കിലും അണ്ടർലൈൻ കോസസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യും. അസിസ്റ്റോളിൻ്റെ ECG റിതംസ് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നോക്കാം. ഹെഡ് റേറ്റ് ആബ്സെൻ്റ് ആയിരിക്കും, 0 ബീറ്റ്സ് ആയിരിക്കും. റിതംസ് നോ റിതം, P വേവ് ആബ്സെൻ്റ്, PR ഇൻ്റർവൽ നോട്ട് മെഷറബിൾ, QRS കോംപ്ലക്സ് ആബ്സെൻ്റ്, T വേവ് ആബ്സെൻ്റ്. കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് നിയർലി ഫ്ലാറ്റ് ലൈൻ, നോ P വേവ്, നോ QRS കോംപ്ലക്സ്, നോ T വേവ്, നോട്ട് മെഷറബിൾ ഹാർട്ട് റേറ്റ്. അസിസ്റ്റോണിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാർഡിയക് അറസ്റ്റ് കൺഫേം ചെയ്യാം. പിന്നെ അതിനു മുമ്പായിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റെ പൾസും ബ്രീത്തിങ്ങും ഒരു 10 സെക്കൻഡ് അസസ് ചെയ്യാം. പിന്നെ ഹൈ ക്വാളിറ്റി CPR കൊടുക്കുക പേഷ്യൻ്റ്. പിന്നെ ചെയ്യേണ്ടത് എയർവേ ആൻഡ് ഓക്സിജനാണ്. എയർവേയിൽ ഒരു ട്രെയിൻഡ് പേഴ്സൺ അഡ്വാൻസ്ഡ് എയർവേ ഇടുക, 100% ഓക്സിജൻ ഡെലിവറി ചെയ്യുക. മെഡിക്കേഷൻ ചെയ്യാതെ എപ്പിനെഫ്രിനാണ്, അത് ACLS പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും അണ്ടർലൈൻ കോസസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാം. ഡു നോട്ട് ഡിഫിബ്രിലേറ്റ് അസിസ്റ്റോൾ. ഈ അസിസ്റ്റോൾ എന്ന് പറയുന്ന ഒരു ഷോക്കബിൾ ആയിട്ടുള്ള റിതമല്ല, കാരണം അതിന് ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയും റീസെറ്റ് ചെയ്യാനായിട്ട് ഇല്ല. അസിസ്റ്റോളിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ നമുക്ക് നോക്കാം. ഹെഡ് റേറ്റ് എന്ന് പറയുന്നത് 0 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. റിതം ഫ്ലാറ്റ് ലൈൻ, നോ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, P വേവ് ആബ്സെൻറ്റ്, PR ഇൻ്റർവൽ നോട്ട് മെഷറബിൾ, QRS കോംപ്ലക്സ് ആബ്സെൻറ്റ്. ECGയുടെ ഹോൾമാർക്ക് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആണ്, നിയർലി ഫ്ലാറ്റ് ECG ലൈൻ വിത്ത് നോ ഐഡൻറ്റിഫയബിൾ P വേവ്, QRS കോംപ്ലക്സ് ഓർ T വേവ്. സിംറ്റംസ് അൺറെസ്പോൺസീവ്, പൾസ്ലെസ്, കാർഡിയക് അറസ്റ്റ്. ഷോക്കബിൾ റിതമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി CPR ആണ്. എപ്പിനെഫ്രിൻ കൊടുക്കും,
ട്രീറ്റ് റിവേഴ്സിബിൾ കോസസ്. ഡിഫിബ്രിലേറ്റ് ചെയ്യേണ്ടതായിട്ട് ഇല്ല, അത് ഇൻഡിക്കേറ്റഡ് അല്ല ഈ അസിസ്റ്റോൾ റിതത്തിന്. അസിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ എമർജൻസിയാണ്. ഇമ്മീഡിയറ്റ് CPR റിവേഴ്സിബിൾ കോസസ് ഐഡൻറ്റിഫൈ ചെയ്താൽ പേഷ്യൻറ്റ് നമുക്ക് ചില സമയങ്ങളിൽ സർവൈവ് ചെയ്യാനായിട്ട് പറ്റാറ്. അപ്പോൾ ഏതൊക്കെയാണ് ലൈഫ് ത്രെട്ടനിങ് റിതംസ് നോക്കാം. ഫസ്റ്റ് വൺ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, പൾസ്ലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, പൾസ്ലെസ് വെൻട്രിക്കൽ ടക്കികാർഡിയ, അസിസ്റ്റോൾ. ഷോക്കബിൾ റിതംസ്, പൾസ്ലെസ് VT, VF. നോൺ ഷോക്കബിൾ റിതം, പൾസ്ലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, അസിസ്റ്റോൾ.